എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അനാമികയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അന്നേരം വേണുവിനോടും രേവതിയോടുമായിട്ട് പറയുവാണ്, ആദ്യം വല്യമ്മ നടക്കാനായിട്ട് പോയി പുറകെ അവളും പോയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം രേവതി പറയുന്നുണ്ട്, അത് അമ്മായിമ്മയെ സോപ്പിടാൻ വേണ്ടി തന്നെയാണ്. വീട്ടിൽ വെച്ച് അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദേവയാനി ചേച്ചി എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയും, അത് നിങ്ങളെല്ലാവരും കേൾക്കും, അത് അവൾക്ക് നാണക്കേടാകും. അതുകൊണ്ടാണ് അവൾ പുറത്തു പോയി ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് രേവതി പറയുന്നുണ്ട്. പിന്നെ ജലജയാണ് കാണിക്കുന്നത്. ജലജ ദേവയാനിയോട് പറയുവാണ്, ഏട്ടത്തി തന്നെ ചായയിട്ട് കൊടുത്താലേ അവൾ കുടിക്കുകയുള്ളൂ. ശരിക്കും ഏട്ടത്തി അവളൊരു വേലക്കാരിയാക്കിയിട്ടുണ്ട്, അത് ഏട്ടത്തിക്ക് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക. പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് നയനയോട് പറയുവാണ്, ഈ ഓഫീസിലെ ആരെക്കാളും കൂടുതൽ ശമ്പളം മേടിക്കാനുള്ള യോഗ്യത നിനക്കുണ്ട്, അതുകൊണ്ട് ഐശ്വര്യമായിട്ട് ഇതങ്ങ് മേടിക്കാൻ പറഞ്ഞ് ശമ്പളം കൊടുക്കും കേട്ടോ. പിന്നീട് നമ്മുടെ നയനയും ദേവയാനിയും കാണിക്കുന്നു. രണ്ടുപേരുടെ ഒരു അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. ദേവയാനി അവിടുത്തെ പൂജാരിയെ കൊണ്ട് വഴിപാടൊക്കെ കഴിപ്പിച്ച് ആരതിയൊക്കെ ഒഴിയുന്നുണ്ട് നയനയുടെ. ഈ സംഭവങ്ങൾ മൊത്തം മാറി നിന്ന് കനക കാണുന്നുണ്ട്. ഇനി കനക അറിഞ്ഞതുകൊണ്ട് തന്നെ ഇവരെ ഓട്ടം കറക്കുകയും ചെയ്യും. ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങളായിട്ട്.